ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളിൽ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ പലരെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഡോക്ടർ ബി ഉമാദത്തൻ സാറിൻ്റെ പുസ്തകത്തിൽ ആത്മഹത്യയെക്കുറിച്ച് വളരെ ആഴത്തിൽ പറയുന്നു. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗം ഞാൻ നിങ്ങൾക്കായി വായിച്ച് കേൾപ്പിക്കാം. മിക്ക ആത്മഹത്യകളും മാനസിക രോഗം കൊണ്ടാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൾക്ക് പ്രീ ഡിഗ്രി പാസ്സായപ്പോൾ നഴ്സിംഗിന് ചേരാനായിരുന്നു ആഗ്രഹം. മാർക്ക് കുറവായിരുന്നതിനാൽ ഒരു പ്രൈവറ്റ് കോളേജിൽ വലിയ തലവരി കൊടുത്ത് പ്രവേശനം നേടി. ഈ തുക ഉണ്ടാക്കാൻ അവളുടെ അച്ഛന് വളരെ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. ഹോസ്റ്റലിൽ താമസം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഹോസ്റ്റൽ മുറിയിലെ സീലിംഗ് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ സഹപാഠികൾ ഒരാൾ കണ്ടതിനാൽ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞു. അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു. ബന്ധുക്കളുടെ അഭിപ്രായ പ്രകാരം ചില പൂജകളും മന്ത്രവാദവും ഒക്കെ നടത്തി അവളെ തിരികെ ഹോസ്റ്റലിലാക്കി. ഒരാഴ്ചക്കകം അവൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു. അത്തവണയും സഹപാഠികൾ കണ്ടതിനാൽ ശ്രമം വിഫലമായി. എൻ്റെ സ്നേഹിതൻ മകളോടൊപ്പം എന്നെ കാണാൻ വന്നു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞതിങ്ങനെ: അങ്കിൾ, എൻ്റെ മനസ്സിനുള്ളിലിരുന്ന് ആരോ എപ്പോഴും പറയുന്നു, നീ മരിക്കൂ, നീ മരിക്കൂ. നീ എന്തിനാണ് നിന്റെ അച്ഛന് ഭാരമായി ജീവിക്കുന്നത്? മരിക്കൂ, മരിക്കൂ. ഞാൻ ആ ചിന്ത അകറ്റാൻ വളരെയധികം ശ്രമിച്ചു. സാധിക്കുന്നില്ല. ഞാൻ മരിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സങ്കടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ശക്തമായ ചിന്ത, ഒരു അദൃശ്യ ശക്തി എന്നെ നിർബന്ധിക്കുന്നു. ആ അദൃശ്യ ശക്തി, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ശക്തി സ്വന്തം മനസ്സ് തന്നെയാണ്. മനസ്സെന്ന് പറഞ്ഞാൽ രോഗഗ്രസ്തമായ തലച്ചോറാണ്. ഇത്തരം ഒരു ചിന്ത ഉണ്ടായാൽ ആരും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാറില്ല. പറഞ്ഞാൽ തന്നെ ആരും കാര്യമായിട്ട് എടുക്കാറില്ല. ചിലപ്പോൾ പരിഹസിച്ചു എന്ന് വരാം. ഇത്തരം രോഗലക്ഷണങ്ങൾ ഒരു മനോരോഗ ചികിത്സകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അക്യൂട്ട് മെൻ്റൽ ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ഈ വിഷാദ രോഗം ഒരു സൈക്യാട്രിക് എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കേണ്ട ഒരു അവസ്ഥയാണ്. കടുത്ത വിഷാദ രോഗം ബാധിച്ചവരെ ആശുപത്രി പ്രവേശിപ്പിച്ച് ഷോക്ക് ചികിത്സ വരെ നൽകേണ്ടി വരും. ആ ചികിത്സ ഭ്രാന്ത് ബാധിച്ചവർക്ക് നൽകുന്നതല്ലേ? അത് വേണ്ട എന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ചത് കാരണം ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾ വളരെ ഉണ്ടായിട്ടുണ്ട്. വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, അസ്വസ്ഥത, നിരാശാബോധം, ജോലിയിൽ അശ്രദ്ധ, വിനോദങ്ങളോട് വിരക്തി, തളർച്ച, ക്ഷീണം എന്നിവയാണ്. സാധാരണ വൈദ്യപരിശോധനയിൽ ശാരീരികമായ ഒരു തകരാറും ഉള്ളതായി കാണുകയില്ല. ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ മകളെ എൻ്റെ സുഹൃത്തും പ്രശസ്ത മനോരോഗ ചികിത്സകനുമായ ഡോക്ടർ VK രാമചന്ദ്രൻ്റെ അടുത്തേക്ക് അയച്ചു. 2 ആഴ്ചത്തെ ചികിത്സയോടെ അവൾ വിഷാദ രോഗത്തിൻ്റെ പിടിയിൽ നിന്നും മോചിതയായി. ഈ തരത്തിൽ മാനസിക സംഘർഷത്തോടെ ജീവിക്കുന്ന പലരും നമ്മൾ ചുറ്റുമുണ്ട്. അതിൽ നമ്മളെ പ്രിയപ്പെട്ടവരും ഉണ്ടാവും. നമ്മളുടെ സുഹൃത്ത്, നമ്മളുടെ സഹോദരൻ, സഹോദരി, നമ്മളുടെ അച്ഛൻ, അമ്മ, ഇവരെപ്പോഴെങ്കിലും നമ്മളോട് തുറന്നു പറയുകയാണ്, ഞാൻ ഇങ്ങനൊരു ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്നു. എന്നാൽ അവരെ നമ്മൾ മനസ്സിരുത്തി കേൾക്കുക. നമ്മൾ ഒരിക്കലും അവരുടെ വാക്കുകളെ കേട്ടില്ല എന്ന് നടിക്കരുത്. അവർക്ക് വേണ്ടത് കേൾക്കാൻ ഒരു വ്യക്തിയെയാണ്. നമ്മളായിരിക്കാം ആ വ്യക്തി. നമ്മളോട് പൂർണ്ണ സ്നേഹവും സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ടായിരിക്കാം അവർ നമ്മളോട് തുറന്നു പറയുന്നത്. നമ്മൾ അവരെ കൈവിടാതിരിക്കുക. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ, ഇങ്ങനെ തുറന്നു പറഞ്ഞവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അവരെ ഉടനെ തന്നെ അവർക്ക് വേണ്ട ചികിത്സയിലേക്ക് നയിക്കാൻ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മൾ ഓരോരുത്തർക്കും മറ്റൊരു ജീവിതം, തകർച്ചയിലും മരണത്തിൽ നിന്നും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.